നീ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് പ്രോപ്പറായി കണ്ടിട്ടില്ല എന്നറിയാം. എന്നാലും നീ മുന്നേ ഒരു മഞ്ഞപ്പട ആരാധകനായതുകൊണ്ടും ഒരു റിയൽ ഫുട്ബോൾ ഫാൻ ആയതുകൊണ്ടും ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നീയും അറിയണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഡേവിഡ് കറ്റാലയെ പുറത്താക്കപ്പെട്ടു. പക്ഷേ കോച്ചിനെ മാത്രം പുറത്താക്കിയിട്ട് കാര്യമുണ്ടോ? എങ്കിൽ എവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തെറ്റിയത്? ഈ സീസൺ നമുക്കൊന്ന് കണ്ണോടിച്ചു വിടാം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ സീസണിൽ കളിക്കുന്ന ഫുട്ബോൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഒരു കാര്യം തന്നെ. ഈ ടീമിന് ഗ്രൗണ്ടിൽ എന്ത് കളിക്കണമെന്ന ക്ലാരിറ്റി ഇല്ല. പഞ്ചാബ് FCക്കെതിരായ ആ തോൽവി എടുത്താൽ തന്നെ കാണാം, ആദ്യ 15-20 മിനിറ്റിൽ തന്നെ ഡിഫൻസ് ഷേപ്പ് ടോട്ടലി കൊളാപ്സ് ആയി. സെന്റർ ബാക്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ഫുൾ ബാക്സ് ഹൈ ആയി കയറിയപ്പോൾ പിന്നെ സ്പേസ് ഓപ്പൺ ആയി. അതിൽ ഓപ്പോണന്റ് സിമ്പിൾ ലോങ് ബോൾ കളിച്ചാൽ പോലും ഡേഞ്ചറസ് ചാൻസ് ആകുന്ന അവസ്ഥ. മിഡ്ഫീൽഡിലാണ് ഏറ്റവും വലിയ ബ്രേക്ക് ഡൗൺ. വിപിൻ മോഹൻ പോലുള്ള പ്ലേയേഴ്സ് ബോൾ റിക്കവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, പക്ഷേ പൊസിഷനിങ് ശരിയല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ബോൾ എല്ലാം ഓപ്പോണൻസിനാണ് കിട്ടുന്നത്. ബിൽഡപ്പ് പ്ലേ നോക്കിയാൽ ബാക്ക് ലൈനിൽ നിന്ന് ബോൾ ഫോർവേഡിലേക്ക് എത്തിക്കാൻ ക്ലിയർ പാറ്റേൺ ഒന്നുമില്ല. ബോൾ സൈഡിലേക്ക് പോകും, പിന്നെ ബാക്ക് പാസ്, വീണ്ടും റീസെറ്റ്. ഇതാണ് മുഴുവൻ ഗെയിം ഫ്ലോ. അറ്റാക്ക് സൈഡ് നോക്കിയാൽ സിറ്റുവേഷൻ ഇനിയും വേഴ്സ് ആണ്. വിങ്ങിൽ നിന്ന് പ്രോപ്പർ ക്രോസ് വരുന്നില്ല, ഫൈനൽ തേർഡിൽ മൂവ്മെന്റ് ഇല്ല, സ്ട്രൈക്കർ ഐസൊലേറ്റഡ് ആയി നിൽക്കുന്നു, സപ്പോർട്ട് ഇല്ല, മിഡ്ഫീൽഡേഴ്സ് ലേറ്റ് ആയി എത്തുന്നു, അതുകൊണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഷോട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ കട്ട് ചാൻസ് ആൾമോസ്റ്റ് ഇല്ല. ഇതൊരു ഇൻഡിവിജ്വൽ ഫെയിലർ അല്ല, ഇത് മുഴുവൻ സിസ്റ്റം ഫെയിൽ ആയതിന്റെ ഒരു സൈനാണ്. ഇനി കോച്ചിനെ കുറിച്ച് പറയാം. കോച്ച് ഡേവിഡ് കറ്റാല ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഭാഗം ഫോർമേഷൻ കൺസിസ്റ്റൻസി മാറ്റുന്നതാണ്. അതെ, ഒരു ഫോർമേഷനിൽ സ്ഥിരത വെക്കുന്നില്ല. ഒരു മാച്ചിൽ 4-3-3 ആണെങ്കിൽ അടുത്ത മാച്ചിൽ 5 സെന്റർ ബാക്ക് ഉണ്ടാകും, പിന്നീട് വീണ്ടും മാറ്റാം. താരങ്ങൾക്ക് ഒരൊറ്റ സിസ്റ്റം പോലും സെറ്റിൽ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഗ്രൗണ്ടിൽ കൺഫ്യൂഷൻ ക്ലിയർ ആയി കാണാം. പ്രസ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഡ്രോപ്പ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന ബേസിക് അണ്ടർസ്റ്റാൻഡ് തീരെയില്ല. ഡിഫൻഡിൽ നോക്കിയാണെങ്കിലോ സെറ്റ് പീസിൽ ഡിഫെൻഡിങ് പോലും വലിയ ഇഷ്യൂ തന്നെയാണ്. കോർണേഴ്സ് വന്നാൽ മേക്കും ലൂസ് ആണ്, റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എത്ര സിമ്പിൾ ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫാൻസിനെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്. ഫാൻസ് റിയാക്ഷൻ നോക്കിയാലാണെങ്കിലോ കൊച്ചി സ്റ്റേഡിയം തന്നെ ആൻസർ ആണ്. ഒരിക്കൽ ഫുൾ ക്രൗഡ് ഉണ്ടായിരുന്ന സ്റ്റേഡിയം ഇപ്പോൾ വിസിബിലി എംപ്റ്റി ആയി മാറി. യെല്ലോ ആർമിയുടെ എനർജി കുറഞ്ഞു. ക്രൗഡ് സൈലൻസ് ആയിരിക്കുന്നത് പ്ലെയേഴ്സിനും പ്രഷർ ക്രിയേറ്റും ചെയ്യുന്നു. ഇനിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ വില്ലനെ കുറിച്ച് പറയുന്നത്. അതെ, ദ മാനേജ്മെന്റ് സൈഡ്. മാനേജ്മെന്റ് സൈഡിൽ പ്രശ്നം ഇതിലും ഡീപ്പറാണ്. സ്ക്വാഡ് ബിൽഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഇല്ല. ഫോറിൻ പ്ലേയേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ടീമിലേക്ക് ഫിറ്റ് ആകുന്നില്ല. ഇന്ത്യൻ പ്ലേയേഴ്സും ഫോറിൻ പ്ലേയേഴ്സും തമ്മിൽ കെമിസ്ട്രി ഇല്ല. ലോങ് ടേം പ്ലാൻ ഒന്നുമില്ലാത്ത പോലെ ഡിസിഷൻ എടുത്തതിന്റെ എഫക്റ്റ് ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു കോച്ച് പ്രോബ്ലം മാത്രമാണോ, അല്ലെങ്കിൽ ടീമിന്റെ മുഴുവൻ സിസ്റ്റവും ഫെയിലിയർ ആണ്? കാരണം കോച്ച് മാറ്റിയാൽ മാത്രം ഈ ടാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ആകുമോ എന്നത് വലിയ ഡൗട്ടാണ്. ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല. ഇനി ഒരു നല്ലൊരു നീക്കം നീക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനി സപ്പോർട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യരുത്.